ഇതൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി വിജയരാജേൻ്റെ ഓട്ടോയിൽ നേരെ പർച്ചേസിന് ഇറങ്ങി. നല്ല മഴക്കോളുണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തില്ല. അന്നക്കുട്ടി പുറകിലോട്ടൊക്കെ നോക്കി വൈബ് ചെയ്യാണ്. ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ചെന്നപാടെ കാജലും ഐലൈനറും ഒക്കെ എടുത്തു. കാജൽ യൂസ് ചെയ്ത് തീർന്നതാണ്. ഐലൈനർ പൊട്ടി തുറക്കാൻ പറ്റാത്തതുകൊണ്ട് കടിച്ചു തുറന്നപ്പോൾ പൊട്ടിയതാണ്. അവിടെ നേരെ ഞങ്ങൾ കിഡ്സ് സെക്ഷനിലേക്ക് പോയി കേട്ടോ. ശരിക്കും അടിപൊളി കളക്ഷൻസ് ഉണ്ട്. എൻ്റെ അന്നക്കുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീനുമ്മ ജോലി കിട്ടിയിട്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. ജാനിക്കുട്ടിക്ക് ഈ ഒരു വൈറ്റ് ടോപ്പും ഈ ഒരു ക്രീം കളർ ട്രൗസറും എടുത്തു. മിക്കി മോൾക്ക് ഈ ഗ്രീനിൻ്റെ തന്നെ ഈ റെഡും എടുത്തു. പിന്നെ ഈ ഒരു ഫ്രോക്ക് പോലത്തേതും എടുത്തു. അപ്പോൾ റെഡ് എടുത്തപ്പോൾ എനിക്ക് അന്നക്കുട്ടിക്കും വാങ്ങണം തോന്നി. അങ്ങനെ വാങ്ങി. അപ്പോൾ പിന്നെ അപ്പുചേട്ടനെ മാത്രമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പുചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ട് അപ്പുചേട്ടനും എടുത്തു. അടുത്ത പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് രാമചന്ദ്രനിലേക്കാണ്. അവിടെ നിന്ന് വേറെ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടോപ്പ് ഞാൻ ഇനിമയ്ക്ക് എടുത്താണ് കേട്ടോ. അവിടെ നേരെ നിനിമയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. 7 മണിയായിട്ട് അവിടെ എത്തിയപ്പോൾ മിക്കിമോളെ കാണുമ്പം അന്നക്കുട്ടി കരയുന്നതാണ് ചോദിച്ചത്. പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിടിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ അവൾ പിണങ്ങാൻ തുടങ്ങി കേട്ടോ. ഒരു 7:45 വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നിനിമയോടും നിജേഷിനോടും അങ്കിളിനോടും ആൻറ്റിയോടും പിള്ളേരോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നേരെ വീട്ടിലേക്ക് തിരിച്ചിടും. ഓട്ടോ കയറിയ പാടെ അന്നക്കുട്ടി ഉറക്കമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.